ആരോഗ്യ രംഗത്ത് ആശുപത്രികളിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മുടെ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് വായിക്കും. നിർബന്ധം റിപ്പോർട്ട് വേണം കേട്ടോ. റിപ്പോർട്ട് എല്ലാം എത്രയോ റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ. ആ റിപ്പോർട്ടുകൾ അതിനെന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? അത് ചെയ്ത് കളയും. ഞാൻ 2 ദിവസത്തിനകം മറ്റേത് ചെയ്യും, 3 ദിവസത്തിനകം അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നെല്ലാം പറയും. 24 മണിക്കൂറിനകം ചെയ്ത് കളയും എന്ന് പറഞ്ഞ റിപ്പോർട്ടിന് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഒന്നും നടക്കത്തില്ല. വെറുതെയാണ്. ഈ റിപ്പോർട്ട് വാങ്ങിക്കുക എന്ന് പറഞ്ഞത് ആ പ്രതിഷേധ സ്വരം അവസാനിപ്പിക്കാനുള്ള ഒരു കുറുക്ക് വഴിയായിട്ടാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കണക്കാക്കുന്നത്. അല്ല വേറൊന്നുമല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു ഹൃദ്രോഗമായിട്ട് മെഡിക്കൽ കോളേജ് ചെന്നു. അയാളെ ഒരു തുണി വിരിച്ച് താഴെ കിടത്തിയിരുന്നു. ഒരു വിരിച്ച തുണിയിൽ താഴെ കിടത്തിയിട്ട് അയാൾക്ക് 6 ദിവസം ഒരു ട്രീറ്റ്മെൻറ്റും അയാൾക്ക് കൊടുത്തില്ല. എന്നിട്ട് അവിടുത്തെ സൂപ്രണ്ട് നിന്നുകൊണ്ട് കുറേ വാചകങ്ങൾ പറഞ്ഞു. ഓഹ്, എന്ത് മെഴുകിയ വർത്തമാനം എന്നറിയോ! ഇയാളൊക്കെ മനുഷ്യനാണോ? അയാൾക്ക് കോമൺ സെൻസ് ഉള്ള ആളാണോ? എന്നിട്ട് ഇപ്പോൾ എന്തോന്നറിയോ, അതിൻ്റെ റിപ്പോർട്ട് വരുമല്ലോ, പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച്. റിപ്പോർട്ട് എന്താണെന്നറിയോ? പ്രാഥമിക റിപ്പോർട്ട് ചികിത്സയിൽ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചിട്ടുണ്ട്. എന്തോന്ന് പാലിച്ചേ? ചികിത്സ എന്തെങ്കിലും നടത്തിയെങ്കിലല്ലേ പാലിക്കുള്ളൂ. ആ മനുഷ്യന് ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് ഇമ്മീഡിയറ്റ്ലി ഇവിടുന്ന് കയറ്റി അയച്ചതാണ്. അതായത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന്. അയാൾക്ക് അവിടെ 108 ആംബുലൻസ് കിട്ടാതിരുന്നത് കൊണ്ട് അവർ വളരെ കാശ് മുടക്കിയാണ് ഒരു ആംബുലൻസ് വിളിച്ച് പെട്ടെന്ന് അവിടെ കൊണ്ടെത്തിച്ചത്. എന്തിന്? അയാളെ അവിടെ കൊണ്ട് തറയിലിട്ട് കൊല്ലാൻ. ഇതിനാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്നു, അയാളെ അവിടെ കിടത്തി. അയാൾ നോക്കുമ്പോൾ എന്താ, അയാൾക്ക് ഒരു ചികിത്സയും തരുന്നില്ല, ആരും അയാളെ നോക്കുന്നില്ല. അയാൾ അതിന് പരാതിയൊക്കെ ഭാര്യയെ എടുത്ത് പറഞ്ഞു. ആ ഭാര്യ പോയി പറയുകയൊക്കെ ചെയ്തു. ആൾ വരും, അടുത്ത ഭാര്യ പോയി കേണപേക്ഷിച്ചു. അടുത്ത് വന്ന ഒരു ഡോക്ടർ, ഒരു വെള്ളക്കോട്ടിട്ട ഒരുത്തൻ, അവൻ പറഞ്ഞു കൊടുത്തു, ഇത് ഞാനല്ല നോക്കേണ്ടത്, നിങ്ങൾക്ക് ഡോക്ടർ വേറെയാണ്, വേറെ ഡോക്ടർ വരും. ഒരു ഡോക്ടറും വരുന്നില്ല. അയാളെ ഈ കാർഡിയാക് ICUവിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആളാണ്. അതിന് പകരം അയാളെ എന്ത് ചെയ്യാനൊക്കും? അതായത് CCUവിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു പേഷ്യൻ്റാണ്. അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസുമായിട്ട് വന്നേക്കുന്ന ഒരാളാണ്. അത് ആൻജിയോഗ്രാം ചെയ്യണം. അതിന് നോക്കിയപ്പോൾ എന്താ, അയാൾ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആൻജിയോഗ്രാം ചെയ്യുന്നവരുടെ ലിസ്റ്റ് അവിടെ വായിച്ചു. ഇയാളുടെ പേരില്ല. ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ് ഈ മനുഷ്യന്, അയാളുടെ പേരില്ല. പാവം അവിടെ കിടന്നു. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അയാൾക്ക് വേറെ മാർഗമൊന്നുമില്ല, ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. അയാളുടെ ഭാര്യ മാത്രമുണ്ട്. അവസാനം അയാൾ അവിടെ കിടന്ന അയാളുടെ മൊഴിയായിട്ട് ഒരു സുഹൃത്തിന് റെക്കോർഡ് ചെയ്ത്, വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അത് അയച്ചു കൊടുത്തിട്ട് ഏതാനും മണിക്കൂറിനകത്ത് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ വഴിയാധാരമായി. 2 പെൺമക്കളാണ്. ഭാര്യ, അവരെ കണ്ണീര് കാണണം. അത് വളരെ അത്രത്തോളം നമുക്ക് സങ്കടമാണ് അത് കാണുന്നത്. അത് സഹിക്കാൻ പറ്റുന്ന കാഴ്ചയല്ല. മരിച്ചു. അപ്പോൾ എന്താ റിപ്പോർട്ട്? പിഴവൊന്നുമില്ല, ചികിത്സാ പിഴവൊന്നുമില്ല, എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചിട്ടുണ്ട്. പക്ഷേ ഓപ്പറേഷൻ സക്സസ്, പേഷ്യൻ്റ് ഡൈഡ് എന്ന് പറയത്തില്ലേ, അതാണ്. പ്രോട്ടോക്കോളെല്ലാം പാലിച്ചു വരും. ഈ കള്ളത്തരം ഉണ്ടാക്കുക, യവന്മാരെ തന്നെത്താൻ കള്ളന്മാരുടെ കയ്യിൽ താക്കോൽ കൊടുത്താൽ അവരെന്തെങ്കിലും ചെയ്യൂ? ഈ ഡോക്ടേഴ്സ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, മറ്റേ ഡോക്ടേഴ്സിനെ. അതാ ചെയ്യുന്നത്. ഞാനത് ഒരുപാട് കണ്ടിട്ടുണ്ട്. 1-2 കാര്യങ്ങളൊന്നും അല്ല. ഇപ്പോൾ ഇന്നലെ രാവിലെ ആണെന്ന് തോന്നുന്നു. അതെ, ഇന്നലെ രാവിലെയാണ് നീതു എന്ന് പറയുന്ന പെൺകുട്ടി എന്നെ കാണാൻ വന്നത്. 31 വയസ്സുകാരിയാണ്. അത് തിരുവനന്തപുരം സ്വദേശി. അത് കഴക്കൂട്ടത്ത് ഒരു ആശുപത്രിയിൽ അത് ലിപ്പോസെക്ഷൻ, അതായത് ഈ വയറിലെ കൊഴുപ്പ് മാറ്റാനായിട്ട് ചെന്നു. ആദ്യം അവിടെ ചെല്ലുന്നപ്പോൾ അതിന് 4 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞ് ഇതിന് താല്പര്യമില്ല, 4 ലക്ഷം രൂപ വളരെ കൂടുതലായതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നതല്ല, പോകണം, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പോയി. വീട്ടിൽ വിളിച്ചു, നിങ്ങൾ 7 ദിവസത്തിനകം വരാമെങ്കിൽ 3 ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരാം, ഞങ്ങൾ സംസാരിച്ചു. സബ്സിഡൈസ്ഡ് റേറ്റാണ് കേട്ടോ. കൊണ്ടുകൊടുത്തു. ഈ കുട്ടി 3 ലക്ഷം രൂപയും കൊടുത്തു. അതിനെ സർജറി നടത്തി. അതിന് കീഹോളെന്ന് പറഞ്ഞിട്ട് ഓപ്പൺ സർജറിയാണ് നടത്തിയേക്കുന്നത്, കീഹോളല്ല ചെയ്തത്. അവസാനം വീട്ടിൽ വന്നതിന് ശേഷം ഈ കൊച്ചിന് ശ്വാസം മുട്ടൽ, അതിന് വയ്യ,
വളരെ ബുദ്ധിമുട്ട്. ഉടനെ പറഞ്ഞു അതിൻ്റെ BP താഴ്ന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പറഞ്ഞ് കുറച്ച് കുറേ വെള്ളം കൂടുതൽ കുടിച്ചാൽ മതി, എല്ലാം ശരിയാവും, എല്ലാം റെഡിയാവും എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ ചെയ്തിട്ട് അതിന് അത്രത്തോളം ബുദ്ധിമുട്ടാണ് പിന്നെ വന്നത്. അവസാനം ഈ ആശുപത്രിയിലെ ഡോക്ടറോട് തീരുമാനിച്ചുകൊണ്ട് അവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരു ഡോക്ടർ ഒരുത്തനുണ്ട്. അനന്തപുരി എന്ന് പറയുന്ന ആശുപത്രിയിലെ ഉള്ള ആളാണ്. അയാൾ ഇതുമായിട്ട് വളരെ ഒരു ബന്ധമുള്ളതാണ് ഈ പറയുന്ന ആശുപത്രിയായിട്ട്. ഇവർക്ക് ലൈസൻസ് പോലും ഇല്ല. ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ലൈസൻസ് എന്ന് പറയുന്നത് ചുമ്മാതാണ്, കാര്യമൊന്നുമില്ല. മെഡിക്കൽ നെഗ്ലിജൻസ് അവിടെ നമ്മളെ ശരിക്കും കാണേണ്ട ഒരു കാര്യമാണ്. ലൈസൻസ് പോലും ഇല്ലാതെ ട്രീറ്റ് ചെയ്യുക. അങ്ങനെ വരുന്ന ആശുപത്രിക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഒരു കറപ്ഷൻ അല്ലേ അവിടെ നടക്കുന്നത്? ഏറ്റവും വലിയ വയലേഷൻ അല്ലേ? അവർക്ക് ഈ പ്രൊട്ടക്ഷൻ ആക്ട് കാണാൻ ബെനിഫിറ്റ് അവർക്ക് കിട്ടുമോ? ഒന്നും കിട്ടത്തില്ല. അപ്പോൾ എന്താ, അതിനും റിപ്പോർട്ട് വേണമല്ലോ. മെഡിക്കൽ റിപ്പോർട്ട് ആദ്യം വന്നു. മെഡിക്കൽ റിപ്പോർട്ട് വരുന്നത് എന്തോ എന്നിട്ട് ഈ കുട്ടിയുടെ അതിൻ്റെ ഇടതുകാലിലെ എല്ലാ വിരലുകളും മുറിച്ചു മാറ്റി. കാരണം ബ്ലഡ് സർക്കുലേഷൻ മുഴുവൻ നിലച്ചു. എല്ലാം ഈ സർജറി കാരണമാണ്. ഇന്ന് അതിൻ്റെ മാത്രമല്ല, അതിൻ്റെ ഇടത് കൈയിലെ ആ വിരലുകൾ അത് സങ്കടം വരും കണ്ടാൽ. അതിൻ്റെ ആ 2 ഫലാഞ്ചസ് വീതം മുറിച്ച് കളഞ്ഞു. ഒന്നുമില്ല, അത് വളരെ ബുദ്ധിമുട്ടാണ്. വലതേ കയ്യിൽ കഷ്ടിച്ച് അതിന് ഏതായാലും ഒരു വിരലിൻ്റെ മുറിക്കേണ്ടതായിട്ട് വന്നെങ്കിലും അത് രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഇനി ഇത് മാത്രമോ, അതിൻ്റെ വയറിലെ പേശികളൊക്കെ ഇവന്മാർ റിമൂവ് ചെയ്തു. അത് കാരണം തൊലി മാത്രമേ ഉള്ളൂ അവിടെ, ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല. അത് അനന്തപുരി കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്തു. അതിൻ്റെ റെക്കോർഡ്സൊക്കെ അതിൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് ഈ യഥാർത്ഥത്തിൽ ആദ്യം ചെയ്തതിൻ്റെ കുഴപ്പങ്ങളെല്ലാം അത് വിളിച്ചോതുന്നതാണ് ആ റെക്കോർഡ്സ്. ഇതെല്ലാം കാണിച്ചെങ്കിലും മെഡിക്കൽ ബോർഡിനെ രൂപീകരിച്ചു. അപ്പം മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചപ്പോൾ വന്നെന്താ, ഒരു കുഴപ്പമില്ല, അതിനകത്ത് നെഗ്ലിജൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ചെന്നപ്പോഴേ പറഞ്ഞു നിങ്ങളുടെ ഇതും കൊണ്ട് നടക്കരുത്, നിങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെങ്കിൽ നിങ്ങൾ സിവിൽ കേസ് കൊടുക്കുക. അവന്മാർ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ കുട്ടിയെടുത്ത്. കാരണം ഇതിനാരുമില്ല, അതാ കാര്യം. അതും അതിൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ ഓടി നടക്കാൻ. 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അത് അവസാനം അത് നിങ്ങൾ ഇതിനൊന്നും നടക്കരുത്, ഒരു കാരണവശാലും ഇതിനകത്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു ഉത്തരവ് വരത്തില്ല. ശരിയാ, വന്നില്ല. മെഡിക്കൽ നെഗ്ലിജൻസ് ഒന്നുമില്ല, ക്രിമിനൽ നെഗ്ലിജൻസ് ഇല്ല. FIR രജിസ്റ്റർ ചെയ്തതാണ്. പോലീസിന് ബാക്കി അന്വേഷണം നടത്താൻ പറ്റുന്നില്ല ഇതിനകത്ത്. കാരണം ഈ ഡോക്ടേഴ്സിനെ ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കുകയുള്ളൂ. അവരങ്ങ് പറയുകയാണ് ഇത് പച്ചയ്ക്ക്. ഇവരെവിടോട്ട് പോവും? അവസാനം എന്താ, അങ്ങനെ റിപ്പോർട്ട് വന്നു. അതിൻ്റെ മേളിൽ അപ്പീൽ കൊടുത്തപ്പോഴെന്താ, അതിനകത്തും പ്രയോജനമൊന്നുമില്ല. ഇപ്പോൾ ആ പാവം ഹൈക്കോടതി റിട്ടും കൊടുത്തിട്ട് നടക്കുകയാണ്. ഇപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ അതിന് വീണ്ടും ഇതെന്ത് ചെയ്യാം, അവർക്ക് തന്നെ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ഒരു കണ്ടീഷനാണ് ഈ കുട്ടിയെ. ആ രീതിയിലാണ് ഇതിന് എന്തെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഈ ലിപ്പോസക്ഷൻ എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥത്തിൽ അത് ചെയ്യാൻ പോരുതായിരുന്നു, മണ്ടത്തരമാണ്. അപ്പോൾ ഇതിൻ്റെ ഭർത്താവ് ഈ ആശുപത്രിയിൽ തന്നെ വീണ്ടും അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കളെ കൊണ്ട് വേറെ നമ്പറുകളിൽ നിന്ന് വിളിപ്പിച്ചിട്ട് ചോദിച്ചു, ഇതുപോലെ എനിക്ക് വയറിൻ്റെ കൊഴുപ്പൊന്ന് കുറയ്ക്കണം, എങ്ങനെയാണെന്ന് പറഞ്ഞു. അവർ വരാൻ പറഞ്ഞു. ചെന്ന് ഇപ്പം പറഞ്ഞു അത് 4 ലക്ഷം രൂപ വേണം. അയ്യോ, അത് ഈ കാശ് വലിയ പൈസയാണ്, ഇതൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പം 2 പേരെടുത്ത് ഇതുപോലെ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ മുഴുവൻ റെക്കോർഡുണ്ട്. അത് അത് ഈ 4 ലക്ഷം രൂപ വെച്ച് അവസാനം എന്തോന്നറിയോ, ബാർഗെയിൻ ചെയ്ത് 1.5 ലക്ഷം രൂപ ആക്കി. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ 1.5 ലക്ഷം രൂപയ്ക്ക് വരെ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് 3 ലക്ഷം രൂപയും വാങ്ങിയിട്ട് ഇതിന് അവസാനം അതിന് ഉണ്ടായ ഡിഫോമിറ്റി, അതിൻ്റെ ജീവിതം അന്ത്യം വരെ ആ കുട്ടി അതെങ്ങനെയോ രക്ഷപ്പെട്ടു കേട്ടോ. ഭാഗ്യത്തിനത് രക്ഷപ്പെട്ടാണ് അതിൻ്റെ ജീവിതം. പക്ഷെ രക്ഷപ്പെട്ടാലും അത് എന്തുമാത്രം സഹിക്കണമെന്നറിയാമോ? ഇപ്പോൾ അത് തന്നെത്താൻ ജഡ്ജ്മെൻറ്റുകൾ പഠിച്ചുകൊണ്ടിരിക്കുക. എന്നെ കാണിച്ച് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വന്നേക്കുന്നത്, ഓരോ കേസിനകത്തുള്ളതൊക്കെ. ഇത് എൻ്റെ അടുത്ത് ചോദിച്ചത് ഇത് മെഡിക്കൽ നെഗ്ലിജൻസ്, ക്ലിയർ മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് അവിടെ നടന്നത്. കാരണം ഇതിന് മുഴുവൻ ഇൻഫെക്ഷനാണ് അതിനുണ്ടായത്. അത് പോസ്റ്റ് ഓപ്പറേറ്റീവിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ് വന്നേക്കുന്നത്. അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരാമെന്ന് പറഞ്ഞേക്കാം. വീട്ടിലൊന്നും ചെയ്തിട്ടില്ല, ഇത് കെട്ടിവെച്ചേക്കുന്ന ഒരു സാധനമാണ്. വയറ് ചുറ്റി കെട്ടിയാണ് അതിനെ വിട്ടത്. അത് വീട്ടിൽ ചെന്ന് ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടാണ് പറയുന്നത് അത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരാം, വീട്ടിലും വരാം.
ആദ്യം അവിടെ അവിടെ യഥാർത്ഥത്തിൽ പ്രോപ്പർലി സ്റ്റെറിലൈസ്ഡ് അല്ലാത്ത ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഇതിൻ്റെ സർജറി നടത്തിയത്. അതാണ് ഇതിൻ്റെ പ്രശ്നം. കീഹോളും അല്ല ചെയ്തത്, മുഴുവൻ ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ അവസാനം എന്താ, അപ്പീൽ കൊടുത്തു മെഡിക്കൽ ബോർഡിൻ്റെ, അതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി. അവരും ഫൈൻഡിങ് വന്നു, ഒരു നെഗ്ലിജൻസും ഇല്ല. നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് വേണമെന്നുണ്ടെങ്കിൽ സിവിൽ കേസ് കൊടുത്തോളാം. അതെ, ഉമ്മാരുടെ അനുവാദം വല്ലതും വേണോ സിവിൽ കേസ് കൊടുക്കണമെന്ന്? ഇതൊക്കെയാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ റിപ്പോർട്ടുകൾ, മെഡിക്കൽ റിപ്പോർട്ടുകളും മന്ത്രിയുടെ റിപ്പോർട്ടുകളും എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. എല്ലാം കഷ്ടം. പാവങ്ങൾ എന്തു ചെയ്യും, എവിടെ പോവും? ആ കുട്ടിയുടെ ആ ദുര്യോഗം ഓർത്ത് എനിക്ക് വളരെ സങ്കടം വന്നു, വളരെ ബുദ്ധിമുട്ട്. എനിക്കത് കണ്ട് വളരെ ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്.